ഹലോ നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ക്ലാസ് റൂമിലെ ഓരോ പാഠത്തിനും പിന്നിൽ ഒരു രഹസ്യ പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അധ്യാപന മാതൃകകളെക്കുറിച്ചാണ്, അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി. അപ്പോ നമുക്ക് നേരെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാമല്ലേ? നല്ല ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കലയാണോ അതോ ഒരു ശാസ്ത്രമാണോ? അതായത് ചിലർക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവ്, ഒരു ആർട്ടിസ്റ്റിനെ പോലെ, അതോ ഒരു എഞ്ചിനീയർ ബ്ലൂ പ്രിന്റ് നോക്കി പണിയുന്നത് പോലെ കൃത്യമായി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണോ? വാ, നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോ എന്താണ് ഈ പറയുന്ന അധ്യാപന മാതൃക അല്ലെങ്കിൽ ടീച്ചിംഗ് മോഡൽ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ്. ഒന്നുകൂടെ ലളിതമാക്കിയാൽ ഒരു ക്ലാസ് റൂമിനു വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ്. ഓരോ ക്ലാസ്സിലും ഒരു പ്രത്യേക പഠനാനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ. ഓരോ പാഠത്തിനും അതിൻ്റേതായൊരു ഡിസൈൻ ഉണ്ടെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. പക്ഷേ ഈ ബ്ലൂ പ്രിന്റുകളെല്ലാം ഒരുപോലെയല്ല കേട്ടോ. നമ്മൾ വീട് പണിയുമ്പോൾ പലതരം ഡിസൈനുകൾ, പലതരം സ്റ്റൈലുകളൊക്കെയല്ലേ? അതുപോലെ തന്നെയാണ് ടീച്ചിംഗ് മോഡലുകളുടെ കാര്യവും. പ്രധാനമായും നമുക്കിവയെ ഒരു 4 ഫാമിലികളായിട്ട്, അതായത് 4 കുടുംബങ്ങളായിട്ട് തിരിക്കാം. ഏകദേശം ഒരേപോലെയുള്ള ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെയുള്ള മോഡലുകളെല്ലാം ഓരോ കുടുംബത്തിൽ വരും. അതെ, വെറും 4 ഫാമിലികൾ. ഈ 4 സ്റ്റൈലുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പഠന പ്രവർത്തനങ്ങളുടെയും ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. ഓരോ ഫാമിലിക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങളും വഴികളുമൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് 4 പ്രധാനപ്പെട്ട സ്റ്റൈലുകൾ. ആദ്യത്തേത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വിവര വിശകലന മാതൃക. ഇത് കുട്ടികളെ ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് പേഴ്സണൽ ഫാമിലി അഥവാ വ്യക്തിഗത മാതൃക. ഇത് ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള കഴിവും ക്രിയേറ്റിവിറ്റിയും ആത്മവിശ്വാസമൊക്കെ പുറത്തുകൊണ്ടുവരാൻ സഹായിക്കും. പിന്നെ വരുന്നത് സോഷ്യൽ ഫാമിലി അഥവാ സാമൂഹിക മാതൃക. ഒരുമിച്ച് പ്രവർത്തിക്കാനും സഹകരിക്കാനുമൊക്കെ പഠിപ്പിക്കുന്നത് ഇതാണ്. ലാസ്റ്റ് ബിഹേവിയറൽ സിസ്റ്റം മാതൃക. പേരുപോലെ തന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിലും ശീലങ്ങളിലും മാറ്റങ്ങൾ വരുത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാമിലിയിലേക്കൊന്ന് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാം അല്ലേ? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലുകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഓർത്തുവെക്കുന്നത്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഇതിലൊക്കെയാണ് ഈ മോഡലുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഫാമിലിയിലെ ചില ഹീറോസാണ് ബ്രൂണർ, ആസുബെൽ, പിയാഷെ എന്നൊക്കെ പറയുന്നവർ. ഇപ്പോൾ ബ്രൂണറുടെ മോഡൽ എടുത്താൽ അത് നമ്മളെ ആശയങ്ങളെ പലതായി തരംതിരിക്കാൻ പഠിപ്പിക്കും. ആസുബെലിന്റെ മോഡലാണെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതിനെ പഴയ അറിവുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് കാണിച്ചു തരും. പിയാഷെയുടെ തിയറികൾ കുട്ടികളുടെ ചിന്താശേഷി ഓരോ പ്രായത്തിലും എങ്ങനെയാണ് വികസിക്കുന്നത് എന്നു മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾ കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർക്കാൻ ഒരു ചെറിയ ടിപ്പുണ്ട് കേട്ടോ. ഈ ഫാമിലിയിലെ VIP-കളെ ഓർത്താൽ മതി. ബ്രൂണർ, അസുബെൽ, പിയാഷെ. കണ്ടോ, ഇവരെല്ലാം ഈ ഫീൽഡിലെ ഭയങ്കര പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ VIP-കളെ ഓർത്താൽ മതി. എളുപ്പമല്ലേ? അപ്പോൾ ചിന്താശേഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആദ്യത്തെ ഫാമിലിയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള 3 സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. വ്യക്തി, സമൂഹം, പിന്നെ പെരുമാറ്റം. ഇതിനൊക്കെ ഊന്നൽ കൊടുക്കുന്നവയാണവ. പേഴ്സണൽ ഫാമിലി അഥവാ വ്യക്തിഗത കുടുംബം ഫോക്കസ് ചെയ്യുന്നത് ഓരോ കുട്ടിയുടെയും ആത്മവിശ്വാസത്തിലും ക്രിയേറ്റിവിറ്റിയിലുമാണ്. നേരെ മറിച്ച് സോഷ്യൽ ഫാമിലിയിൽ ക്ലാസ് റൂം എന്നു പറയുന്നത് ഒരു ചെറിയ സമൂഹം പോലെയാണ്. അവിടെ കുട്ടികൾ ഒരുമിച്ച് ജോലി ചെയ്യാനും പരസ്പരം സഹായിക്കാനുമൊക്കെ പഠിക്കുന്നു. അവസാനത്തേതായ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലിക്ക് വളരെ ക്ലിയർ കട്ട് ലക്ഷ്യങ്ങളുണ്ട്. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതാണ് അതിന്റെ മെയിൻ ഗോൾ. അപ്പോൾ ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 4 ഫാമിലിയിൽ ഏത് മോഡൽ എടുത്താലും ശരി, അതിനെല്ലാം ചില കോമൺ ഘടകങ്ങളുണ്ട്. ഒരു വീടിന്റെ പ്ലാനിൽ എവിടൊക്കെയാണ് വാതില്, ജനല്, മുറികൾ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഓരോ ടീച്ചിംഗ് മോഡലിന്റെ ബ്ലൂ പ്രിന്റിലും ചില അടിസ്ഥാന കാര്യങ്ങളുണ്ടാവും. വാ, നമുക്ക് ആ ബ്ലൂ പ്രിന്റ് ഒന്ന് കീറിമുറിച്ച് നോക്കാം. ഏതൊരു മോഡലിന്റെ ബ്ലൂ പ്രിന്റ് എടുത്തു നോക്കിയാലും അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നാമത് അതിന്റെ ലക്ഷ്യം എന്താണ്, അതായത് ഫോക്കസ്. പിന്നെ അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതിന്റെ സ്റ്റെപ്പുകൾ, അതാണ് സിൻഡാക്സ്. ക്ലാസ്സിലെ ടീച്ചറുടെയും കുട്ടികളുടെയും റോളുകൾ എന്തൊക്കെയാണ്, അതാണ് സോഷ്യൽ സിസ്റ്റം. കുട്ടികൾ പ്രതികരിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. പിന്നെ ഈ ക്ലാസ്സിന് വേറെ എന്തെങ്കിലും സഹായങ്ങൾ വേണോ, അതാണ് സപ്പോർട്ട് സിസ്റ്റം. അവസാനം ഈ പഠനം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്, അതായത് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറിംഗ് ഡിഫക്ട്സ്. ഇതില് ഈ സിൻഡാക്സ്, സോഷ്യൽ സിസ്റ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെയാണ്. ഓരോരോ സീനും എങ്ങനെ മുന്നോട്ടു പോകണം എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആക്ഷൻ പ്ലാൻ. എന്നാൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്
ആ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. ടീച്ചറുടെ റോൾ എന്താണ്, കുട്ടിയുടെ റോൾ എന്താണ്, അവർ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇതൊക്കെയാണ് സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടിയില്ലേ? ഇത് ടീച്ചറുടെ റിയാക്ഷൻസിനെ കുറിച്ചുള്ള റൂൾസാണ്. കുട്ടികളൊരു ഉത്തരം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ടീച്ചർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി ഇതിൽ പറയും. പിന്നെ സപ്പോർട്ട് സിസ്റ്റം. ഇതൊരു ബ്ലൂ പ്രിന്റിലെ മെറ്റീരിയൽസ് ലിസ്റ്റ് പോലെയാണ്. അതായത് ഈ മോഡൽ ക്ലാസ്സിൽ ശരിക്കും വർക്കൗട്ട് ആവണമെങ്കിൽ ടീച്ചറുടെ കഴിവ് മാത്രം മതിയോ, അതോ വേറെന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ വേണോ? ചിലപ്പോൾ പ്രത്യേക ചാർട്ടുകളോ ലാബ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഗ്ലോബോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നത്. ശരി, ഇനി നമുക്ക് ഈ ബ്ലൂ പ്രിന്റിന്റെ അവസാന ഭാഗത്തേക്ക്, അതിന്റെ റിസൾട്ടിലേക്ക് വരാം. ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുട്ടികളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കാരണം ഒരു പാഠം കഴിയുമ്പോൾ കിട്ടുന്ന എല്ലാ ഫലങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നവയല്ല. ആദ്യത്തേതാണ് ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ്. എന്നുവെച്ചാൽ പാഠത്തിന്റെ നേരിട്ടുള്ള ഡയറക്റ്റ് റിസൾട്ട്. അതായത് ഈ ക്ലാസ് കൊണ്ട് കുട്ടി എന്ത് പഠിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഉദാഹരണത്തിന് ഒരു കണക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഗുണനപ്പട്ടിക തെറ്റാതെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റാണ്. ക്ലിയർ അല്ലേ? എന്നാൽ നെർച്ചറന്റ് ഇഫക്ട്സ് അങ്ങനെയല്ല. അത് പരോക്ഷമായി നമ്മൾ പോലും അറിയാതെ കിട്ടുന്ന ചില നല്ല കാര്യങ്ങളാണ്. ഒരു പൂന്തോട്ടം നനയ്ക്കുന്ന കാര്യം ആലോചിച്ചു നോക്കൂ. നമ്മുടെ ലക്ഷ്യം ചെടി വളർത്തുക എന്നതാണ്. അത് ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്. പക്ഷേ ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ഒരു റിലാക്സേഷൻ, അതാണ് നെർച്ചറന്റ് ഇഫക്റ്റ്. അതുപോലെ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ്. എന്നാൽ അതിലൂടെ കുട്ടികളിൽ വളരുന്ന സഹകരണ മനോഭാവം, ആത്മവിശ്വാസം, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാമാണ് നെർച്ചറന്റ് ഇഫക്ട്സ്. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ സംഭവം സിമ്പിളാണ്. ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ് നമ്മുടെ തലച്ചോറിന് വേണ്ടിയുള്ളതാണ്, അതായത് അറിവ്, ചിന്താശേഷി. എന്നാൽ നർച്ചറന്റ് ഇഫക്ട്സ് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതാണ്, വികാരങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ. ഒന്ന് ഹെഡിനും മറ്റേത് ഹാർട്ടിനുമാണെന്ന് പറയാം. ഈ രണ്ട് ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വാചകത്തിൽ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. പഠിതാവിനെ നയിക്കുന്നതിലൂടെ നേരിട്ട് നേടുന്നവയാണ് ഇൻസ്ട്രക്ഷണൽ ഇഫക്ട്സ്. ആ മാതൃക സൃഷ്ടിക്കുന്ന പഠനാന്തരീക്ഷം അനുഭവിക്കുന്നതിലൂടെയാണ് നർച്ചുറന്റ് ഇഫക്ട്സ് ഉണ്ടാകുന്നത്. അതായത് ഒന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, മറ്റൊന്ന് കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് അനുഭവിച്ചറിയുന്നതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ടീച്ചിങ് ഒരു കലയാണോ അതോ ശാസ്ത്രമാണോ? ഇതിന്റെ ഉത്തരം അത് രണ്ടുമായിരിക്കാം, അല്ലേ? ഈ ബ്ലൂ പ്രിന്റുകളെല്ലാം അതിന്റെ ശാസ്ത്രീയമായ വശമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഏത് ബ്ലൂ പ്രിന്റ്, എവിടെ, എങ്ങനെ, എത്ര ഭാവനയോടെ ഉപയോഗിക്കണം എന്നതിലാണ് ഓരോ ടീച്ചറുടെയും കലയും കഴിവും ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ബ്ലൂ പ്രിന്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏത് തരം പഠനശില്പിയാകാനാണ് ആഗ്രഹിക്കുന്നത്?